ഹലോ ഗൈസ്, എല്ലാവർക്കും മാസ്റ്റർ ഫിലിംസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നു ഒരു പുതിയ ഗെയിമായിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിയിൽ സോംബീസ് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരെയും ആ സോംബീസ് കൊല്ലുക ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാവുന്നു. എന്താ സംഭവിക്കുമെന്ന് എനിക്ക് ഒന്നും അറിയില്ല, ഒരു പിടിയില്ല ഗൈസ്. ഇപ്പോൾ നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റി എങ്ങനെ നശിക്കുമെന്നാണ് നമ്മുടെ ഫ്രാങ്കിൽ തീരുമാനിക്കുന്നത്. ലോസ് ആഞ്ചലസ് സിറ്റി നശിക്കണോ അതോ എനിക്ക് ആ സോംബീസിനെ കൊല്ലണോ എന്നാണ് ഗൈസ് എനിക്കറിയാത്തത്. അപ്പോൾ ഗൈസ് എനിക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വെളിയോട്ടൊന്ന് പോയി നോക്കട്ടെ. ചിലപ്പം കവന്മാർ ചിലപ്പോൾ എന്നെ കൊന്നാൽ എനിക്കറിയത്തില്ല ഗൈസ്. അതുകൊണ്ട് ഞാനൊരു സേഫ്റ്റിക്ക് നല്ല പാൻറ്റും ഒരു തൊപ്പിയും കൂടെ വെച്ചേക്കാം, ഒരു കണ്ണാടി കൂടെ വെച്ചേക്കാം. ചിലപ്പോൾ ആവശ്യം വന്നാലോ ഗൈസ്. അപ്പോൾ നമുക്ക് നമുക്ക് ആ സൈഡിൽ പോയി മൂലയ്ക്ക് പോയി ഇരുന്ന് നോക്കാം ഗൈസ്. അവന്മാർ എവിടെ ഓണ്ട ഗൈസ്. ഞാൻ സ്നൈപ്പർ എടുത്ത് കാണിച്ചു തരാം. ഗൈസ് അവന്മാരെ വെടിവെച്ച് കഴിഞ്ഞാൽ അവന്മാരെല്ലാവരും വരുമെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഇവനൊന്ന് വെടിവെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, സെറ്റ്. ഓക്കെ ഗൈസ്, അവനെ ഹെഡ് ഷോട്ട് അടിച്ചപ്പോൾ മരിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ നല്ലൊരു വണ്ടികളൊന്നുമില്ല. അഥവാ വണ്ടികൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മാജിക്കൽ പവേഴ്സ് വേണം. അതിന് നമ്മുടെ ഒരു പുതിയ വീട്ടിലെ ഒരു മന്ത്രവാദിക്ക് മാത്രമേ അറിയാവൂ. ഓക്കെ, അപ്പോൾ ഞാൻ മന്ത്രവാദിയെ ഒന്ന് വിളിച്ച് ചോദിക്കാം ഗൈസ്. അപ്പോൾ അവർ ആ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് നമുക്ക് അവരുടെ ഇരിക്കുന്ന ആ ഒരു മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ വിളിക്കാം. അവരുടെ പേരെന്ന് പറഞ്ഞാൽ യാഷ് എന്നാണ് അവരുടെ പേര്. ഓക്കെ, യാഷിനെ വിളിച്ചു കൊടുക്കാം. ഹലോ, യാഷ് മാമാണോ? അതെ യാഷ് മാമാണ്. എന്താണ് വേണ്ടത്? പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ സിറ്റി സോംബി ഇറങ്ങി, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അതൊക്കെ ഞാൻ അറിഞ്ഞു. നിനക്കെന്താണ് വേണ്ടത്? എനിക്കാണെങ്കിൽ പല വണ്ടികളും സ്പോൺ ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ വേണമായിരുന്നു എനിക്ക്. അത്രയല്ലേ ഉള്ളൂ? ഒരു 10 സോംബീസിനെ കൊന്നിട്ട് നേരെ ആ ട്രെയിൻ പാളത്തിൽ ആ ജുറാസിക് കാടിൻ്റെ നടുക്കുക, അവിടെ വെച്ച് നിനക്ക് തരാം. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 സോംബീസിനെ കൊല്ലണം. അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മുടെ തൽക്കാലത്തേനില്ല. 10 സോംബീസിനെ കൊന്നിട്ട് നമ്മുടെ ഈ എൻട്രൻസില്ലേ ജുറാസിക് വേൾഡിൻ്റെ, ആ എൻട്രൻസിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ അവർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലണം. അതിനു മുമ്പ് നമുക്ക് ഈ വണ്ടി ഇങ്ങോട്ട് ഒതുക്കി വെക്കാം. ഒതുക്കിയിട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നേരത്തെ നമ്മൾ ഒരെണ്ണത്തിനെ കൊന്നായിരുന്നു. അതുകൊണ്ട് വലിയ സീനില്ല. ഒന്നിനെ കൊന്നിട്ട് അതുകൊണ്ട് തന്നെ നമുക്കിനി ഒരു 9 എണ്ണത്തിനെ കൊന്നാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചുറ്റുപാടൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ 10 സോംബീസിന് ഇവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുത്തനെ ഞാൻ ഇവിടെ നിന്ന് കൊല്ലാൻ പോവുകയാണ്. ഓക്കെ, അപ്പം 9, അപ്പോൾ 8 എണ്ണത്തിനേ ഇനിയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 7. ഓക്കെ ഗൈസ്, 6. ഓക്കെ, ചത്തില്ല. ചത്ത്. ഓക്കെ, 6, 5, 4. മഞ്ഞ് കാരണം ഗൈസ് ഒന്നും കാണാൻ വയ്യ. അങ്ങനെ പോകത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്, എനിക്കറിയത്തില്ല. സ്നൈപ്പറിന് നല്ല പവറുണ്ട്. 4, 3. ഓക്കെ, 2, 1. തൽക്കാലം നമുക്ക് ഒരാളെയും കൂടെ എടുക്കണം. 1. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അത്രയും വരെ നമ്മൾ കൊന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നേരെ ജുറാസിക് വേൾഡിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ പോവാം. നിങ്ങൾ വിചാരിക്കുക ഞാൻ എന്തിനാണ് ഇനി ആ വണ്ടി ചോദിച്ചതെന്ന്, ആ ഫോൺ ചോദിച്ചതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. വേറെ ഒന്നിനും അല്ല, നമുക്ക് പല വണ്ടികൾ, നമുക്ക് ആയുധങ്ങളുള്ള വണ്ടികളൊക്കെ നമുക്ക് സ്പോൺ ചെയ്തിട്ട് അവരെ കൊല്ലാൻ ഗൈസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ നമുക്ക് ആ എൻട്രൻസിൻ്റെ അവിടെ പോവാം. സോംബീസ് അതിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി സീനായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫൻഡറാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. പല സോംബീസ് കാണും. നമുക്ക് ഇവനൊക്കെ ഇടിച്ചെടുക്കാൻ. ഡിഫൻഡർ പഴയ മോഡലാണ് കേട്ടോ. ഓക്കെ, പഴയതല്ല, പുതിയ മോഡലൊക്കെയാണ്. ഞാൻ അങ്ങോട്ട് പോയി എടുത്തതേ ഉള്ളൂ. അതിൻ്റെ ഡോറൊക്കെ പോയി. കുഴപ്പമില്ല, നമ്മുടെ സിറ്റി രക്ഷിക്കാനല്ലേ, അപ്പം ഞാൻ പലതും ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഓക്കെ, ഇവന്മാരൊക്കെ ഇടിച്ച് തെറിപ്പിക്കാം. ഓക്കെ, സ്മാർട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ എനിക്ക് വണ്ടിക്ക് സ്റ്റിയറിങ് കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഇവിടെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എൻട്രൻസിൻ്റെ അവിടെ പോവാം. ഒരുത്തനൊക്കെ പറന്ന് ഗൈസ്. അപ്പോൾ നമുക്കൊന്നും നോക്കണ്ട, നമുക്ക് നേരെ എൻട്രൻസിൻ്റെ അവിടെ പോവാം. ഞാൻ GTA നമ്മൾ നേരത്തെ ഒരു ഗെയിം കളിക്കത്തില്ലായിരുന്നു, അത് കളിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് സ്റ്റിയറിങ്ങിൻ്റെ ഇതൊക്കെ ആയി.
ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അവിടെ എൻട്രൻസിൻ്റെ അവിടെ പോവാം. എന്നിട്ട് നമുക്ക് നേരെ ആ ഒരു ഫോൺ മേടിക്കാം അവരുടെ കയ്യിൽ നിന്ന്, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, എൻട്രൻസിൻ്റെ അവിടെ ഞാൻ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അവർ തന്നില്ല. ഓക്കെ, അവർ 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് അവർ വന്നിട്ടുണ്ട്. അവർ വന്ന് നമുക്ക് ഫോൺ തന്നായിരുന്നു. വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫോൺ. മറ്റേ ഫോൺ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പം അവർ പറഞ്ഞ 40 അടിക്കുമ്പം 40 അടിക്കുമ്പോൾ ടാങ്കറൊക്കെ സ്പോൺ ആവുമെന്നാണ് പറയുന്നത്. മോനെ. ഓക്കെ ഗൈസ്, അങ്ങനെ ടാങ്കറൊക്കെ നമുക്ക് സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ വന്ന് നമുക്ക് ഫോൺ തന്നു. യാഷ് എന്ന് പറയുന്ന അവർ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരങ്ങനെ ഫോൺ തന്നിട്ടുണ്ട് ഗൈസ്. ഇത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല. ഓക്കെ, മോനെ മിസൈൽസ്. ഗൈസ്, ലോസ് ആൻഡോസ് സിറ്റിയിലെ പെട്രോൾ പമ്പ് നമുക്ക് കത്തിക്കാം ഗൈസ്. ലോസ് ആൻഡോസ് സിറ്റിയിലെ പെട്രോൾ പമ്പ് നമുക്ക് കത്തിക്കാം. അതാ ഗൈസ് നമ്മുടെ യാതൊരു വഴി. അത് കത്തിക്കുമ്പോഴത്തേന് ഇവർക്കൊക്കെ തീകൾ പേടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ബോംബുകളെല്ലാം ഇവിടെ എല്ലായിടത്തും അതുമേ നമുക്ക് ചെന്ന് ലോസ് ആൻഡോസ് സിറ്റിയിലെ നമുക്ക് പെട്രോൾ പമ്പ് കത്തിക്കാം. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ പെട്രോൾ പമ്പ് കത്തിക്കാനുള്ള സ്ഥലത്തോട്ട് നമുക്ക് നേരെ പോവാം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാം കൂടെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യും ഷെയറും ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും കുറച്ച് കൂട്ടുകാർ സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്യാതെ ഇപ്പോഴും ഗെയിം ഞാനിപ്പോൾ കളിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ലോണം അറിയാം. ഓക്കെ, ഇവിടെ മോനെ ഇങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് കത്തിക്കാൻ പോവുകയാണ്. മച്ചൂസ്മാരെ ഡിസ്കൂ. ഓക്കെ, അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് ഓക്കെ അങ്ങനെ പൊട്ടിത്തെറിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ പെട്രോൾ പമ്പ് അങ്ങനെ കത്തിയിരിക്കുകയാണ്. ചൂട്ടുകരുത്തുക്കളെ ഓക്കെ അങ്ങനെ അതും പൊട്ടിത്തെറിച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടെ ഒരുത്തനുണ്ട്, അവനെ നമുക്കിപ്പോൾ പിടിക്കാം. പക്ഷെ അങ്ങനെ നമ്മളെ വണ്ടി എടുക്കാൻ സമ്മതിക്കുന്നില്ല. മോനെ സീനായിട്ടുണ്ടല്ലോടെ. അവന്മാരൊക്കെ ഇങ്ങോട്ട് വരാൻ നോക്കുവാടേ. അവന്മാരൊക്കെ ഇങ്ങോട്ട് വരാൻ നോക്കൂ. ഞാൻ അപ്പോൾ അവന്മാരെ കൊല്ലട്ടെ ഗൈസ്. അപ്പോൾ അവന്മാരൊക്കെ ഇങ്ങോട്ട് വരാൻ നോക്കുകയാണ്. നമുക്ക് എന്നാലും അവന്മാരെ കൊന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ അത്യാവശ്യ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ അവന്മാരെ കൊല്ലുക. ഇതിനടി ഉണ്ടോ അവന്മാർ? തൽക്കാലത്ത് ഞാൻ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുകയാണ്. അയ്യോ, ഞാൻ ഇപ്പം ചാവേ. ഗൈസ് വേസ്റ്റഡ്. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്നും കൂടെ കളിക്കാം. നമ്മുടെ സോംബീസ് ഒന്നും പോയിട്ടില്ല, എന്നാലും നമുക്ക് ഒന്നും കൂടെ കളിച്ചാൽ പോരെ. നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റി നല്ലതാണോ പനലാണോ നിങ്ങളൊന്ന് പറയണം ഗൈസ്. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് സീനില്ല. അപ്പം ഞാൻ എന്താ ചെയ്യണം? അപ്പം അവന്മാരൊക്കെ അവിടെ തന്നെ കാണും. 120 അടിക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? എനിക്കതിനെ മറന്നുപോയി. നമുക്ക് ഉണ്ട് ഗൈസ്, അതിൻ്റെ മണ്ടയിൽ നിന്ന് സ്നൈപ്പർ ചെയ്യാം. അതിൻ്റെ ഇവിടെ ഇതിൻ്റെ മണ്ടയൊക്കെ അറിയുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനാണ്ട് ഇത് ഇവിടെ ഇല്ലാണ്ട് ഇവിടെ അവിടെ കയറി നമുക്ക് സ്നൈപ്പ് ചെയ്യാം. എൻ്റെ മേലോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ചീറ്റ് കോഡ് ഞാൻ മറന്നുപോയി. ഇതായിരുന്നു ഗൈസ് എൻ്റെ ചീറ്റ് കോഡ്. യെസ്, ജെറ്റ് പാക്ക് ഗൈസ്. ചെറിയൊരു ജെറ്റ് പാക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി ഗൈസ്. നിങ്ങൾക്ക് ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവർ 3Dയിൽ കുറച്ച് സ്പോൺ ചെയ്യാൻ പറ്റുന്ന ചീറ്റ് കോഡ് അറിയാലോ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് ഞാൻ നിങ്ങൾക്ക് കളിക്കുന്നതായിരിക്കും. എനിക്കിതിൻ്റെ ചീറ്റ് കോഡൊന്നും അറിയില്ല. അത് നിനക്ക് അറിയാമെന്നായിരിക്കും വിചാരിക്കാൻ. സത്യമായിട്ട് കേസ് എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. കളിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു തുള്ളി ഓർമ്മ പോലും ഇല്ല കേസ്. ഓക്കെ, നമുക്ക് ഇവിടെ എങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ സ്നൈപ്പർ എടുക്കാം. സ്നൈപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ ദേഹത്ത് കൊണ്ടുപോലും ഇല്ല. അതിന് മുമ്പ് അവൻ ചത്ത്. ചാവുന്നില്ല അവൻ. ചാവടാ അങ്ങോട്ട്. ഇവിടെ ചാവടാ. കുണ്ടിക്ക് കൊടുക്കാം. കുണ്ടിക്ക് ചാവോ. ചാവുന്ന വരെ ഞാൻ അടിക്കും.
ചാവുന്ന വരെ ഞാൻ അടിക്കും. ഇവന്മാരൊക്കെ എന്തോ ചെയ്യണമെന്ന് പറയാ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, സ്റ്റിക്കി ബോംബ് എടുത്ത് താപ്പോട്ട് അറിയാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഗ്യാസ് വിറ്റ് ഇവിടെ സ്പോൺ ചെയ്യാം. ഗ്യാസിൻ്റെ സ്പെല്ലിങ് എന്തുവായിരുന്നു? വേണ്ടി സ്കൂട്ടർ എടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് താപ്പോട്ട് എടുത്തങ്ങ് ചാടാം. ഹൊയ് സ്റ്റണ്ടറാ. സ്റ്റണ്ടർ. ഞാനായിരിക്കില്ല ചേട്ടാ. ഞാൻ പറയുമെന്ന് നോക്കടാ, നിന്നെ ഞാൻ കൊല്ലൂടാ. നീ ഞങ്ങൾ ലോസ് ആൻഡോസ് സിറ്റി നശിപ്പിക്കുമല്ലേടാ നീ. നിന്നെയൊക്കെ ഞാൻ കൊല്ലൂടാ. മാർക്കോ. നമുക്ക് ഈ എൻട്രൻസിൻ്റെ അവിടെ കുറേ സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് അവന്മാരൊക്കെ നമുക്ക് വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ അവന്മാർ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിക്കി ബോംബ് പൊട്ടിക്കാം. ഇങ്ങനെയുണ്ട് ഐഡിയ. പോലീസുകാരൊക്കെ അവൻ്റെ കട്ട സപ്പോർട്ടാട്ടോ നമ്മുടെ പോലീസുകാരൊക്കെ. അവൻ പറഞ്ഞു അവന്മാർ പറഞ്ഞുള്ള ഇവന്മാരെല്ലാം കൊന്നതിന് ശേഷം എന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് അവന്മാരെ വിളിക്കണം. Motion addition, motion addition, motion addition. Activated. കുറച്ച് സ്റ്റിക്കി പെടുന്ന കുറച്ച് അവന്മാർ വരുന്നുണ്ട്. ഇത് മതി. ഓക്കെ സെറ്റ്. ഇവനെയും കൊന്നേക്കാം. പേടിച്ചു പോയല്ലോ ഞാൻ. ഇപ്പം എല്ലാം ഇപ്പം വരുമെന്ന്. നിനക്ക് എന്താടാ, നിനക്ക് എത്ര കിട്ടിയാലൊന്നും പഠിക്കത്തില്ലേ? നീ ആരെയാടാ നീ പേടിപ്പിക്കുന്നേ? നിന്നെ കാണാൻ ജോൺ സാറ് വന്നിട്ടുണ്ട്. കണ്ടിട്ടേ പോവും. ഓടിവാ. പെട്ടെന്ന് കേട്ടോ. എന്താണ് ചേട്ടാ ധൃതി? ചേട്ടന് ധൃതിയാണോ ചേട്ടാ? എന്താ ചേട്ടാ എന്നെ കൊല്ലാൻ അത്രയ്ക്ക് ധൃതിയാ? എന്നാ ഓടി വാ ചേട്ടന്മാരെ ചേച്ചിമാരെ പെട്ടെന്ന് വരൂ. ആഹാ നീ എന്നെ കൊല്ലുമല്ലേ ഏട്ടാ മുന്നേ? ഓടിവാ. ട്ടോ. പെട്ടെന്നോ. അവൻ കണ്ടില്ലേ മോനെ അവിടെ ചുളിപ്പിച്ച് വെച്ചിരുന്നേ? സോംബീസിനെ കൊന്നില്ലോട്ടാ ഞാൻ. നമുക്കെന്തോ നമ്മുടെ ന്യൂസ് വന്നിട്ടുണ്ട്. എന്തോ നോക്കട്ടെ. നമ്മുടെ പ്രതീക്ഷ വിളിക്കുന്ന ന്യൂസ് ചാനൽ കേട്ടോ. ഓലോ ഡോ നീ ഇപ്പോൾ എവിടെയാടാ? എടാ ഞാൻ ലോസ് ആൻഡോസ് സിറ്റി സോംബീസിനൊക്കെ തീർത്ത് കൊന്നോണ്ടിരിക്കുക. എടാ നീ അവിടെ എല്ലായിടത്തും ട്രെയിൻ ബോംബ് വെച്ചിട്ട് നീ പെട്ടെന്ന് ഈ ലോസ് ആൻഡോസ് സിറ്റിയിൽ നീ എയറോപ്ലെയിൻ വഴി നീ രക്ഷപ്പെടടാ. ഇല്ലെങ്കിൽ എല്ലാവരും നിന്നെ കൊല്ലും. ഇപ്പോൾ ലോസ് ആൻഡോസ് സിറ്റിയിൽ പോലീസുകാരൊക്കെ സോംബീസായി അവന്മാരെല്ലാം കടിച്ചിരിക്കുകയാണ്. ഈ അകത്തിരിക്കുന്ന അവന്മാരെ മാത്രം നിങ്ങൾ രക്ഷിക്കാൻ നീ എങ്ങനെയെങ്കിലും നോക്ക്. അവന്മാരൊക്കെ
അവന്മാരൊക്കെ പോലീസല്ലടാ, അവന്മാരെല്ലാം സോംബീസാടാ. നീ ഇപ്പം തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. ലോസ് ആൻഡൽസ് സിറ്റിയിൽ ഒരു വലിയ സോംബി വൈറസ് തന്നെ പൊട്ടിയിട്ടുണ്ടോ. നീ എങ്ങനെങ്കിലും നമ്മളെ ഈ എയറോപ്ലെയിൻ സ്റ്റേഷനിൽ നീ എയറോപ്ലെയിൻ കട്ടുകൊണ്ട് പോയി നീ എവിടുന്നെങ്കിലും നീ രക്ഷപ്പെടോ. എടാ പ്രതീക്ഷ, താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. അങ്ങനെ അവനും പോയോ? എടാ പോലീസ്, നീയൊക്കെ ചേർന്നല്ലേടാ ഞങ്ങൾ ഈ ദുരിതത്തിൽ നീയൊക്കെ കൊന്ന്. നിന്നൊക്കെ ഞാൻ കൊല്ലൂടാ പോലീസ്. നിനക്ക് RPG വെച്ച് തരാടാ നിനക്കൊക്കെ ഞാൻ. ടുഷ്കൂ ഡിഷ്കൂ RPG പവർ ഓൺ. ആ സെല്ലി കിടക്കുന്നവനെ കള്ളക്കഴിവറിയാം. അവനെ കൊന്നിട്ടുണ്ട്. RPG മതി. അവൻ്റെ വേറെ ഇവിടെ എല്ലാത്തിനും സറണ്ടർ ആയിക്കോ, ഇല്ലെങ്കിൽ നിന്നൊക്കെ ഞാൻ കൊല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവന്മാരൊക്കെ പെറുതമായുള്ള ദിവസം നമുക്ക് ഇവിടെ മൊത്തം ടൈം ബോംബ് വെച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റിക്കി ബോംബ് എറിയാം. ഇവിടെ സ്റ്റിക്കി ബോംബ് ടൈം ബോംബ് എറിയാനാണ് പറഞ്ഞത്. എൻ്റെ സ്റ്റിക്കി ബോംബേ ഉള്ളൂ. അങ്ങനെ മേളിൽ കൂടെ ഹെലികോപ്റ്റേഴ്സൊക്കെ വരുന്നത്. ഈ എന്നെ കൊല്ലാം, സോംബീസിനെ കൊല്ലണം നീയൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ ഇരിക്കാം. ഒന്നും എനിക്ക് പേടിയാവുന്നു. നമ്മുടെ പോലീസ് സ്റ്റേഷൻ മൊത്തം സ്റ്റിക്കി ബോംബ് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അയ്യോ, ഹെൽത്തിന് നമ്മളെന്താ ഗ്യാസ് കുറ്റി വരട്ടെ. ഞാൻ കുഴഞ്ഞു ഗൈസ്, ഇനി തല ഇറങ്ങുന്നു. ഈ 3 സ്റ്റാർ മാറിയാലേ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ബോംബിൻ്റെ കൂടെ ഞാനിങ്ങനെ ചാവേണ്ട വരും ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നൊന്ന് പറയാമോ ഗൈസ്? ഇപ്പം ഞാൻ ചാവും. എനിക്ക് എങ്ങനെയെങ്കിലും ഈ സ്റ്റാർ മാറണം. അതുപോലെ ഞാൻ ഇവിടെ ഈ മേളത്തെ നിലയിൽ പോയി ഇരിക്കട്ടെ. അല്ലെങ്കിൽ അവന്മാർ എന്നെ കൊല്ലും, എന്തായാലും കൊല്ലും. ഞാൻ സൂക്ഷിക്കട്ടെ. ഓക്കെ, ഇതിനെ വേണ്ട ഇതുകൊണ്ട് ഗ്യാസ് ടാങ്ക് മോട്ടർ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പോവാ. അയ്യോ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റാർ മാറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉള്ളവന്മാരൊക്കെ കൊല്ലാം ഗൈസ്. ഞാൻ പറയുന്നത് നമുക്ക് RPG വെച്ചിട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ അത്രയ്ക്ക് സ്റ്റിക്കി ബോംബില്ലാത്തതുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ വെച്ചോളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സ്റ്റിക്കി ബോംബുകളെല്ലാം പൊട്ടിക്കാം. എനിക്ക് പേടിയാവുന്നു സ്റ്റിക്കി ബോംബിനെ എടുത്തിരുന്നിട്ട്. പോയോ, എല്ലാം കത്തിപ്പോയോ? അവന്മാർക്ക് നമുക്ക് RPG ഫയർ ചെയ്യാം. പക്ഷെ അവന്മാരെ കാണുന്നില്ല. ഇത് ഞാൻ അവന്മാരെ പൊട്ടിച്ചായിരുന്നോ? അത് ഞാൻ കണ്ടില്ല. എന്തെങ്കിലും വെക്കിയിട്ട് ഒരു കാര്യം ചെയ്യാം, ഒരു ഗ്യാസ് ടാങ്ക് കൂടെ ചെയ്യട്ടെ. അയ്യോ, ഇതൊക്കെ വേണ്ട, ഇങ്ങോട്ട് വരുന്നു, പൊട്ടിത്തെറിക്കും ഇപ്പോൾ ഇതൊക്കെ.
ഇവിടെ മൊത്തം ഓംഹാര. ഓക്കെ, പെട്ടെന്ന് സ്കൂട്ടർ എടുക്കട്ടെ. നമ്മുടെ എൻ്റെ ഈ മാതിരി വെച്ചിട്ട് ഇതൊക്കെ പോകാറായെന്ന് തോന്നുന്നു. 10 സെക്കൻഡിനുള്ളിൽ പോകും. അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. മാറങ്ങോട്ട്. ഓക്കെ, അല്ലേ വലിയ എയർപ്ലെയിൻ ഉണ്ട്. അതുവഴി നമുക്ക് ഇവിടെ എസ്കേപ്പ് ആവും. ഓ അയ്യോ, നിർത്തട്ടെ. ഇറങ്ങി വല്ലാട്ടെ സോംബീസ് വരുന്നത്. അയ്യോ, ഇവിടെ എയർപ്ലെയിനിൽ കയറാൻ വരുന്നില്ല. ഇവിടെ എയർപ്ലെയിൻ അടച്ചിട്ടെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഇവിടെ എയർപ്ലെയിനിൽ കയറാൻ പറ്റുന്നില്ല. ഞാൻ എന്തിനാ പേടിച്ചോടുന്നത്? എൻ്റെ RPG ഗണ്ണൊക്കെ അല്ലേ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാത്തിനെയും കൊന്നിരിക്കുന്നു. പക്ഷെ എനിക്കതിനകത്ത് കയറാൻ പറ്റുന്നില്ല. എന്തോന്ന് എനിക്കറിയത്തില്ല ഗൈസ്. കയറാൻ പറ്റുന്നില്ലല്ലോ എനിക്ക്. എയറോപ്ലെയിനിൽ കയറാൻ പറ്റത്തില്ലയോ? ഇപ്പം പറ്റും. അങ്ങനെ ഞാൻ ഈ നാട് വിടുക ഗൈസ്. അപ്പം ഞാൻ പോവുക. ഇനിയും കൊണ്ട് ഞാൻ വരത്തില്ല. അയ്യോ, ലോസ് ആൻഡോസ് ഞാൻ വിട്ട് തിരികെ പോവുക. ലോസ് ആൻഡോസിൽ ഇനി ഫ്രാങ്ക്ലിൻ്റെ കാലുകൾ മുട്ടത്തില്ല. പക്ഷെ എയർപ്ലെയിൻ പൊങ്ങുന്നില്ല. എൻ്റെ സ്വപ്നത്തിൽ എയർപ്ലെയിൻ പോലെ ആകുമോ? പക്ഷേ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. എന്തുവാ, എയർപ്ലെയിൻ പൊങ്ങുന്നില്ല എൻ്റെ. ഓക്കെ, ഈ സെറ്റപ്പൊക്കെ ഞാൻ എപ്പോഴാണെന്നല്ലേ കാണുന്നത്. ഇങ്ങനെ സെറ്റപ്പ് ഇവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. ഹൈജാക്ക്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെല്ലൈക്കൺ അടിച്ച് തകർക്കൂ. അപ്പോൾ ഞാൻ പോവുകയാണ്. ബൈ.